നമസ്കാരം. നോമ്പുതുറയുടെയും പ്രാർത്ഥനയുടെയും ഈ കാലത്ത് പാവം എം ഹസനെ കൊണ്ട് ഗർഭിണികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതനാക്കിയ മോദി ഡോക്ടറുടെ ഗർഭാന്വേഷണ പരീക്ഷണങ്ങളുമായി ഇന്നത്തെ ഡെമോക്രസി ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന ഗർഭകാല ശുശ്രൂഷകൾ. വയസ്സുകാലത്ത് പാവം എം ഹസനെ കൊണ്ട് ഹോട്ടായ കാര്യങ്ങൾ പറയിപ്പിച്ച മോദി ഡോക്ടർ. ആയുഷ് വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവിൽ ഗർഭകാലത്ത് സ്ത്രീകൾ മാംസാഹാരം ഉപേക്ഷിക്കണം, ലൈംഗിക ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെയാണ്. ഗർഭപാത്രത്തിന്റെ ആകൃതിയിൽ തുഗ്ലക്കിന്റെ സിംഹാസനം പണിത് അതിൽ മോദി ഗൈനക്കോളജിസ്റ്റിനെ ഇരുത്തണമെന്നും ഹസൻ. വർഗീയ ഫാസിസം അടുക്കളയിലെത്തി എന്ന് ഞങ്ങളന്ന് വിമർശിച്ചവരാണ്. ഇതെന്തത് റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആശുപത്രി, പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും അളപ്പുണ്ടാക്കി താടി. വർഗീയ ഫാസിസം നടപ്പിലാക്കാനുള്ള അജണ്ട ഇപ്പോൾ അടുക്കളയിൽ നിന്ന് കിടപ്പ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിഹാസങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങാൻ രാഹുലിന്റെ ജീവിതം പിന്നെയും ബാക്കി. വിവരമില്ലാത്ത സംഘികൾ കളിയാക്കി വിളിക്കുന്ന ചെല്ലപ്പേരിട്ട് കോൺഗ്രസുകാരും. പാവം പപ്പു രാഹുലിനെ രക്ഷിക്കാൻ കേരളത്തിലെ മതപുരോഹിതർ. ഇരട്ട പേര് വിളിക്കൽ ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. ഇരട്ടപ്പേരല്ല, ഈ ചീത്ത പേര് എന്നാ. രണ്ടുപേരൊക്കെ വിളിച്ചാലും വിരോധമല്ല. നബിക്ക് പേര് എത്ര പേരുണ്ടായിനി? അഹമ്മദ്, മുഹമ്മദ് ഒക്കെ നബിക്കുള്ള പേരാണ്. അബൂ ഖാസിം ഇതിനൊക്കെ പേരുണ്ട്. എന്നാൽ നബിയും സഹാബികളും അബൂ ഹുറൈറ എന്നാണല്ലോ വിളിക്കുന്നത്. അതായത് ഫലാ തൽമിസു ബിൽ അൽഖാബ് എന്നാണ്. ഈ ഇടുന്ന പേര് പട്ടപ്പേരുണ്ടല്ലോ, വിളിക്കരുത് എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പേര് പോലും ശരിയായി എഴുതാൻ അറിയാത്ത സംഘികൾ മാർക്സിസ്റ്റ് അക്രമത്തിനെതിരെ യോഗം വിളിച്ച് ശംഖനാദം മുഴക്കി. അക്ഷരാഭ്യാസമുള്ളവർ പാർട്ടിയിൽ കുറവാണെന്ന് തെളിയിച്ച് വീണ്ടും BJP. ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇന്ന് ആദ്യം നമ്മൾക്ക് ഈ തണുത്ത മഴക്കാലത്ത് ഏതെങ്കിലും കമ്പിളി പുതപ്പിന്റെ ചൂടും നുകർന്ന് ഉറങ്ങാൻ തോന്നുന്ന നേരത്ത് അല്പം ഹോട്ടായ ഒരു സംശയം ചോദിക്കാൻ മുതിർന്ന ഒരാളെ സമീപിക്കാം. കാത്തിരുന്ന് കല്യാണം കഴിച്ചത് ഒരു കുറ്റമായി പോയി എന്ന് തോന്നുന്ന രീതിയിൽ ഭാര്യ ഗർഭിണിയായാൽ പിന്നെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം കിടപ്പുമുറിയുടെ മൂലയ്ക്കായി നരേന്ദ്രമോദിയോ അമിത്ഷായോ സംഘപരിവാർ താടിക്കാരോ ജനേന്ദ്രിയ സ്വാമിമാരോ ഒക്കെ ക്യാമറയുമായി കാവൽ നിൽക്കുന്ന കാലമാണല്ലോ. ഗർഭിണിയായ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ സംയമശീലമില്ലാത്ത ഭാരത ഭർത്താക്കന്മാർ പീഡിപ്പിക്കുന്നുണ്ടോ എന്നറിയാനാണ് കാവൽ. കഴിഞ്ഞ 3 വർഷമായി പലതരം നിരോധനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇവിടെ ജീവിക്കണമെങ്കിൽ സംഘികളാവാതെ മാർഗമില്ല എന്ന് പേടിച്ചിരിക്കുന്ന പാവങ്ങൾക്ക് കേരളത്തിൽ കൺമുന്നിൽ കിട്ടുന്ന ഏത് മുതിർന്നവരോടും ഇപ്പോൾ ഈ സംശയമേ ചോദിക്കാനുള്ളൂ. കല്യാണം കഴിച്ചാലും ബെഡ്റൂമിൽ കയറുന്നതിന് സംഘപരിവാറിനോട് അനുവാദം ചോദിക്കേണ്ട അവസ്ഥ. ഇതാ നോമ്പുതുറയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് KPCC അധ്യക്ഷനും ജ്ഞാനവൃദ്ധനുമായ ശ്രീ എം ഹസൻ വരുന്നു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇതിലിപ്പോൾ കോണ്ടം വാങ്ങാൻ ആദ്യമായി കടയിൽ ചെല്ലുന്ന പുതുമണവാളിൻ്റെ ലജ്ജയൊന്നും വേണ്ട. സാർ, ഈ ഗർഭിണിയായ ഭാര്യയെ ഭർത്താവിൻ്റേതായ തനതായതും സവിശേഷവുമായ രീതിയിൽ സ്വകാര്യതയിൽ വെച്ച് സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഗർഭകാലത്ത് അത് പാടില്ല എന്ന് മോഡിയുടെ ആയുഷ് വകുപ്പ് വിലക്കിയതുകൊണ്ട് ചോദിച്ചതാണ്. ആയുഷ് വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവിൽ ഗർഭകാലത്ത് സ്ത്രീകൾ മാംസാഹാരം ഉപേക്ഷിക്കണം, ലൈംഗിക ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെയാണ്. ഡോക്ടർമാരുടെ ഉപദേശവും നിർദ്ദേശവും എല്ലാം എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ ഇത് മാംസാഹാരം ഗർഭകാലത്ത് സ്ത്രീകൾ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ കന്നുകാലികളുടെ കശാപ്പിനെ സംബന്ധിച്ച് നിയന്ത്രണത്തിന് ഉത്തരവ് കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് നേരെ കൈകടത്തിയ ആ ഒരു നടപടിയുടെ തുടർച്ചയാണിത്.
നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറി കിടന്ന് ഉറങ്ങുന്നത്? താൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങാൻ. ഇറങ്ങോ. മേലില് ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത്. വർഗീയ ഫാസിസം അടുക്കളയിലെത്തി എന്ന് ഞങ്ങളന്ന് ഞങ്ങൾ വിമർശിച്ചവരാണ്. ഇതെന്താ റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആസ്പത്രിയും പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കെടുത്ത് താടി. വർഗീയ ഫാസിസം നടപ്പിലാക്കാനുള്ള അജണ്ട ഇപ്പോൾ അടുക്കളയിൽ നിന്ന് കിടപ്പ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കെടുത്ത് താടി. വായ്നോട്ടം ഗർഭിണികളും വെറുതെ വിടരുത്. പ്രായമായില്ലേ കിളവ. എന്തുവാ നിന്റെ വർത്തമാനം കേട്ട തോന്നൂല ഞാൻ നോക്കിയിട്ടാണ് ഓളുമാര് ഗർഭിണിയായെന്ന്. ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാണ്. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്. ഗർഭകാലത്ത് മാംസാഹാരം കഴിക്കാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നെല്ലാമുള്ള ഇവരുടെ ആജ്ഞ വാസ്തവത്തിൽ ചില ഭ്രാന്തൻ പരിഷ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരിഷ്കാരങ്ങളാണ്. गर्भवती महिलाओं के लिए भी एक देशव्यापी योजना की शुरुआत की जा रही है. ഇന്നിതാ ഇപ്പോൾ BJPയുടെയും സംഘപരിവാറിന്റെയും രഹസ്യ അജണ്ട, വർഗീയ ഫാസിസം നടപ്പിലാക്കാനുള്ള അജണ്ട ഇപ്പോൾ അടുക്കളയിൽ നിന്ന് കിടപ്പ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല അല്ലേ? പക്ഷേ ഇതിനെതിരെ സംയുക്തമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം നമ്മൾ നടത്തേണ്ടതുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് പോലെ ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി ചില ദിവസങ്ങളിൽ രാത്രി 1 മണിക്കൂർ വൈദ്യുതി ഉപഭോഗം നിർത്തിവെക്കുന്നത് പോലെ രാജ്യവ്യാപകമായി ഗർഭിണികളും അതിനുത്തരവാദികളായ ഭാരത പുരുഷന്മാരും ഒരേ സമയം ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടത്തണം എന്നതുപോലെ എന്തെങ്കിലും? അതല്ല വലിയൊരു ഗർഭപാത്രത്തിൻ്റെ ആകൃതിയിൽ തുഗ്ലക്കിൻ്റെ സിംഹാസനമോ മറ്റോ ഉണ്ടാക്കി അതിൽ ആരെയെങ്കിലും ഇരുത്തണം എന്നാണോ? ഗർഭകാലത്ത് മാംസാഹാരം കഴിക്കാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നെല്ലാമുള്ള ഇവരുടെ ആജ്ഞ വാസ്തവത്തിൽ തുഗ്ലക് ഭരണകാലത്തെ ചില ഭ്രാന്തൻ പരിഷ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരിഷ്കാരങ്ങളാണ്. വായ്നോട്ടം ഗർഭിണികളും വെറുതെ വിടരുത്. പ്രായമായില്ലേ കിളവ. എന്തുവാ നിന്റെ വർത്തമാനം കേട്ട തോന്നൂല ഞാൻ നോക്കിയിട്ടാണ് ഓളുമാര് ഗർഭിണിയായെന്ന്. ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാണ്. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്. ഗർഭകാലത്ത് മാംസാഹാരം കഴിക്കാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നെല്ലാമുള്ള ഇവരുടെ ആജ്ഞ വാസ്തവത്തിൽ ചില ഭ്രാന്തൻ പരിഷ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരിഷ്കാരങ്ങളാണ്. പ്രിയ ഹസൻജി, താങ്കൾ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയക്കാരനും ഗുരുസ്ഥാനീയനായ ജ്ഞാനവൃദ്ധനും ആയതുകൊണ്ടാണ് ഈ ഹോട്ട് വിഷയങ്ങളൊക്കെ ചോദിച്ചത്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഉപദേശം തരേണ്ടത് താങ്കളെക്കാൾ വലിയ പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ വിവാഹം കഴിച്ചിട്ടില്ലാത്ത, ഇപ്പോഴും ചോക്ലേറ്റ് പയ്യനായിരിക്കുന്ന, ശത്രുക്കൾ മാത്രമല്ല ബന്ധുക്കളും പപ്പു എന്ന് കളിയാക്കി ഓമനിക്കുന്ന ആ പാവം കുട്ടിയോട് ഇതൊക്കെ എങ്ങനെ ചോദിക്കാനാണ്? രാഹുലിനോട് ഗർഭകാല ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ ബാലാവകാശ കമ്മീഷൻ ബാലപീഡനത്തിന് കേസെടുത്താലോ എന്നും പേടിയുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, ഇന്നും ആ പാവത്തിനെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയിരിക്കുകയല്ലേ, അതും താങ്കളുടെ തന്നെ പാർട്ടിയിലെ മീററ്റ് ജില്ലാ പ്രസിഡന്റ്. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നാ എന്റെ വിചാരം? എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോടാ അവിടുന്ന്. ചെസ് മത്സരത്തി ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നാ എടുത്തു വെക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിലെവിടെ ഇരിക്കുന്നേ? അമ്മയുടെ
രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ BJP സംഘപരിവാറുകാർ ആയിരുന്നു. ഇപ്പോൾ സ്വന്തം വീട്ടുകാർ പോലും ഇങ്ങനെ വിളിക്കുന്നുവെന്ന് വന്നാൽ നമ്മൾക്ക് ഈ നോമ്പുകാലത്ത് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ ഒരു ഇസ്ലാമിക പുരോഹിതൻ്റെ ഉപദേശം തേടാം. എന്താണ് പപ്പു, സോപ്പുകുട്ടപ്പൻ എന്നിങ്ങനെയുള്ള ഇരട്ടപ്പേരുകളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഇരട്ടപ്പേര് വിളിക്കൽ ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. ഇരട്ടപ്പേരല്ല, ഈ ചീത്ത പേര് എന്നാ. രണ്ടുപേരൊക്കെ വിളിച്ചാലും വിരോധമല്ല. നബിക്ക് പേര് എത്ര പേരുണ്ടായിനി? അഹമ്മദ്, മുഹമ്മദ് ഒക്കെ നബിക്കുള്ള പേരാണ്. അബൂ ഖാസിം ഇതിനൊക്കെ പേരുണ്ട്. എന്നാൽ നബിയും സഹാബികളും അബൂ ഹുറൈറ എന്നാണല്ലോ വിളിക്കുന്നത്. അതായത് വലാ തൽമിസു ബിൽ അൽഖാബ് എന്ന് പറഞ്ഞു. ഈ ഇടുന്ന പേര് വട്ടപ്പേരുണ്ടല്ലോ അത് വിളിക്കരുത് എന്നാണ്. പക്ഷെ അത് വിളിക്കുന്ന ആൾക്ക് അതിനോട് വിരോധമില്ലെങ്കിൽ അത് വിളിക്കാന്ന എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ മുഴുവൻ കാണും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഹ്റജ് എന്ന് പറയും വലിയൊരു നിവേദകനാ ഹദീസിന്റെ, നൊണ്ടി എന്നാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അതേമാതിരി ഈ ജാഹിൽ എന്നറിയും, കണ്ണുന്ത്യവൻ എന്നാ, ഓൻ അത് പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ആയിഷ എന്ന് പറയും. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് അവന് വിരോധമല്ല വിളിച്ചാല്, അത് പറഞ്ഞാല് അറിയുള്ളെങ്കിൽ വിരോധമല്ല എന്നർത്ഥം. അതിന് ചരിത്രത്തിൽ ധാരാളം കാണും. ഇപ്പൊ അബൂ ഹുറൈറ എന്ന് പറഞ്ഞ തന്നെ അദ്ദേഹം ഈ പൂച്ചനായിട്ട് എപ്പോഴും നടക്കും. അപ്പൊ നബി ഒരിക്കല് അബൂ ഹുറൈറാന്ന് അബൂ ഹിർ എന്നാ പറഞ്ഞത്, പൂച്ചന്റെ വാപ്പ. പിന്നെ അദ്ദേഹത്തിന് അത് വിളിച്ചണം, അത് തൃപ്തിയുള്ളൂ. അതേമാതിരി അലി അള്ളാഹ് ഫാത്തിമയോട് തെറ്റിയിട്ട് പള്ളിയിലൊന്ന് കിടക്കുക, ശരീരത്ത് മണ്ണുണ്ട്. അപ്പൊ നബി അലിനെ വിളിച്ചിട്ട് അബു തുറാബ് എന്നാണ്, മണ്ണിന്റെ വാപ്പാന്ന് വിളിച്ച്. അപ്പൊ അലി അള്ളാഹു പിന്നെ അത് വിളിച്ചണം. അപ്പൊ അബു തുറാബ് എന്ന പേരിലാണ് അലി ചിലപ്പോ അറിയല്. കാരണം നബി ഇങ്ങനെ മണ്ണ് ശരീരത്തിലുണ്ട്, അപ്പൊ ഇങ്ങനെ തട്ടിയിട്ട് അബു തുറാബ് എന്ന് വിളിച്ചതാണ്. അപ്പൊ ചില പേരുകള് അത് പറഞ്ഞാലേ ആളെ മനസ്സിലാവുള്ളൂ. പിന്നെ അയാൾക്ക് അതിന് എതിർപ്പില്ല എങ്കിൽ അത് വിളിക്കാന്നർത്ഥം. ഇതെല്ലാം കാണുമ്പോൾ ഗർഭപാത്രത്തിൽ പോലും ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ ബെഡ്റൂം ക്യാമറയുമായി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാറുകാർ ആർത്ത് ചിരിക്കും എന്ന മൂഢവിശ്വാസമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഗർഭിണിയുടെ വയറിൽ നിന്ന് കുഞ്ഞിനെ തൃശൂലത്തിൽ പിളർത്തിയെടുത്തവരുടെ ഇന്ത്യയിൽ, മരിച്ച ഗർഭിണിയായ ഭാര്യയെ തോളിൽ കിടത്തി കിലോമീറ്ററുകളോളം നടന്നു പോകുന്ന ദരിദ്ര ഭർത്താക്കന്മാരുടെ ഇന്ത്യയിൽ ഇതൊക്കെ കണ്ടാലും എങ്ങനെ ചിരിക്കാൻ കഴിയും? നിങ്ങൾക്ക് അക്രമ രാഷ്ട്രീയത്തിനെതിരെ യോഗം സംഘടിപ്പിക്കാനല്ലേ സമയമുള്ളൂ? കേരളത്തിലെ മാർക്സിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ കോഴിക്കോട്ട് BJP സംഘടിപ്പിച്ച യോഗം നോക്കൂ. സമ്പൂർണ്ണ സാക്ഷരതയുടെ കേരളത്തിൽ ആയുധ എഴുത്ത് മാത്രം മനസ്സിലുള്ളവർക്ക് എങ്ങനെ എതിർ പാർട്ടിയുടെ പേര് പോലും നേരാംവണ്ണം എഴുതാൻ കഴിയും? മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പോലും എഴുതാൻ അറിയാത്തവരാണോ മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? എന്തായാലും ഇത്രയിടം വരെ വന്നതല്ലേ, കുറച്ചു നേരം പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടു നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യം ഒന്ന് നിങ്ങൾ ഓർക്കണം. എന്താ മുദ്രാവാക്യം? എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? 5 കൊല്ലത്തെ ഭരണത്തിന്റെ കെടുതികൾ ഇല്ലാതാക്കുമെന്നല്ല. അതിനു മുൻപും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഭരണത്തിൽ വന്നിട്ടുണ്ട്. അന്നൊന്നും ഉയർത്താത്ത ഒരു മുദ്രാവാക്യം. അതായത് കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് 60 കൊല്ലം പൂർത്തിയാവുക. ഈ 60 കൊല്ലം പൂർത്തിയാവുന്ന ഈ ഘട്ടത്തിൽ ഇതുവരെയുള്ള എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ ഇതാ കേരളത്തെ രക്ഷിക്കാൻ ഒരു അവതാര പുരുഷൻ വരാൻ പോകുന്നു. ഈ അവതാര പുരുഷൻ കേരളത്തിൽ ഇതാ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അദ്ദേഹം അവതരിക്കും. അതോടുകൂടി കേരളത്തിന്റെ 60 കൊല്ലത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാണ്. പൂർണ്ണം ബ്രഹ്മം നരസിംഹം
ആ മുദ്രാവാക്യം കേരളത്തെ രക്ഷിക്കാൻ ഇതാ ഒരാൾ വരുന്നു എന്നുള്ള പ്രതീക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സൃഷ്ടിച്ച മുദ്രാവാക്യ. പിണറായി വിജയൻ, ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കണ്ണൂരിലെ പഴയ പാർട്ടി സെക്രട്ടറിയുടെ ഗുണ്ടാ വിജയന്റെ അതേ തരം താണ അവസ്ഥയിലേക്ക് അതിൽ നിന്ന് ഉയർന്നു വരാൻ ഇപ്പോഴും ശ്രീമാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. അതാണ് ഇന്നലെയും ഇവിടെയൊക്കെ പ്രകടമാക്കിയത്. കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അന്ന് എത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയത് എന്ന് നേരിട്ട് അറിവുള്ള ആളാണ്, അനുഭവമുള്ള ഒരാളാണ് ഞാൻ. ജനിച്ചു വളർന്നത് തലശ്ശേരിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. പിണറായി വിജയൻ പറയുന്ന അതേ ബ്രണ്ണൻ കോളേജിൽ പഠിച്ച ആളാണ് ഞാനും. അതുകൊണ്ട് പിണറായി വിജയന്റെ ബ്രണ്ണൻ ഇതിഹാസമൊക്കെ അതൊക്കെ നേരിട്ട് അറിയാനുള്ള, നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റ് അക്രമത്തിനെതിരെ സമാധാനവാദികളുടെ സമ്മേളനമല്ലേ? കേട്ട് നമ്മളിലും സമാധാന ചിന്തയും അഹിംസാവാദവും വളർന്നു വന്നാലോ? യെച്ചൂരിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ നമ്മളെല്ലാവരും പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ യെച്ചൂരിക്കെതിരായിട്ടുള്ള കയ്യേറ്റ ശ്രമം എന്നൊക്കെ പറയും. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് കയ്യേറ്റാവുക. കാരണം CPM-ന്റെ ഓഫീസ് എന്ന് പറയുന്നത് പാർട്ടിയുടേതാണ്, അവരുടെ സ്വന്തം സ്ഥലമാണ്, അത് സ്വകാര്യ സ്ഥലമാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അതല്ല, പാർട്ടി ഓഫീസ് പൊതുസ്ഥലമല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, പാർട്ടി ഓഫീസ് എങ്ങനെയാ പൊതുസ്ഥലമാവുക? പാർട്ടി ഓഫീസ് പാർട്ടിക്കാരുടേതാ. ഇപ്പൊ ഞങ്ങളുടെ RSS കാര്യാലയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വരുമ്പോൾ ചെരുപ്പടിച്ചു വെക്കും. അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയാണ്. അത് ഞങ്ങളുടെ സ്ഥലമായതുകൊണ്ടാണ്. അവിടെ വരുന്ന ആരാണെങ്കിലും ചെരുപ്പൊക്കെ അടിച്ചു വെച്ച് കയറണമെന്ന് പറയും. CPM ഓഫീസിൽ അങ്ങനെ ചെരുപ്പ് അടിച്ചു വെച്ച് കയറുന്ന രീതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഓരോ പാർട്ടിക്കും ഓരോ സംഘടനയ്ക്കും ആ സംഘടനയുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്, ആ സംഘടനയുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്, രീതികളുണ്ട്. അത് പൊതുസ്ഥലമല്ല. അപ്പൊ പാർട്ടിക്കാരുടെ സ്വകാര്യ സ്വത്താണ് പാർട്ടി ഓഫീസ്. ആ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആരെങ്കിലും ചെന്നിട്ട് 2 മുദ്രാവാക്യം വിളിച്ചാൽ അത് വേണമെങ്കിൽ തെറ്റാണ്. പാർട്ടിക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു. എന്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ഒരാൾ എന്നെ തെറി വിളിച്ചു എന്നിരിക്കട്ടെ, എന്റെ സ്ഥലത്തല്ലേ, എന്റെ സ്ഥലത്ത് വന്ന് എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം പബ്ലിക് ന്യൂസൻസ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്, ഒരു വകുപ്പുണ്ട്. അത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിനാണ്. ബഹളം ഉണ്ടാക്കുന്നത്, മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുക, ഇതിനൊക്കെയാണ് സാധാരണ പോലീസുകാർ ഈ പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കുന്നത്. അതുപോലെയുള്ള ഒരു വകുപ്പ് ഒരുപക്ഷെ ഈ സ്വകാര്യ സ്ഥലത്ത് വന്ന് ബഹളമുണ്ടാക്കിയതിന്റെ പേരിൽ ആ ഹിന്ദു സേനക്കാർ എന്ന് പറയുന്ന ആൾക്കാർക്കെതിരായിട്ട് എടുക്കാം, തെറ്റൊന്നുമില്ല. അതുപോലെ ഈ AKG ഭവൻ ആക്രമിക്കാൻ BJP-ക്കാർക്ക് ധൈര്യമില്ല, RS-കാർക്ക് ധൈര്യമില്ല എന്ന് അവർ പറയുന്നത് കേരളത്തിലെ CPM-കാർക്ക് തോന്നുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം RSS വിചാരിച്ചാൽ എന്തൊക്കെ കഴിയും, BJP വിചാരിച്ചാൽ എന്തൊക്കെ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ബോധ്യമുള്ള ആളുകളാണ് CPM-കാർ. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഗോപാലൻകുട്ടി മാഷ് പറഞ്ഞു ഞങ്ങൾ അങ്ങനത്തെ കുഴപ്പത്തിനൊന്നും പോകുന്നില്ല എന്നാണ്. ഞാൻ അതുകൊണ്ട് അതിൽ കടന്ന് അതിനപ്പുറം പ്രാന്തകാര്യമാക്കി പറഞ്ഞ സ്ഥിതിയിൽ ഞാൻ അതിനപ്പുറത്ത് പോകുന്നില്ല. പക്ഷേ ഇത് സാധാരണ പ്രവർത്തകരുടെ വികാരത്തെ നിങ്ങൾ പരീക്ഷിക്കരുത്. സാധാരണ പ്രവർത്തകരുടെ വികാരത്തെ പരീക്ഷിക്കരുത്. പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ സംഘടനാപരമായിട്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘടനാപരമായിട്ട് ഇതിനെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവരും അതേപടി പാലിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇരിക്കുന്ന ഗോപാലൻകുട്ടി മാഷല്ല, അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ ഞങ്ങളുടെ ചെലവിൽ നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അത് എക്കാലത്തും അനുവദിച്ചു തരാൻ എല്ലാവരും തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ സമാധാന സമ്മേളനങ്ങളുടെയൊക്കെ മറുപുറം ഇത്രയേ ഉള്ളൂ, ചിരിച്ചുകൊണ്ട് വാളെടുക്കാനുള്ള ആഹ്വാനം. പുറമേക്ക് ലെനിനും പൂജാമുറിയിൽ പൂന്താനവുമായി വിളയാടുന്ന ആരെയും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇന്നത്തെ നയവ്യതിയാനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. വയസ്സുകാലത്ത് പാവം MM ഹസനെ കൊണ്ട് ഹോട്ടായ കാര്യങ്ങൾ പറയിപ്പിച്ച മോഡി ഡോക്ടർ. ആയുഷ് വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവില് ഗർഭകാലത്ത് സ്ത്രീകൾ മാംസാഹാരം ഉപേക്ഷിക്കണം, ലൈംഗിക ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെ.
ഗർഭപാത്രത്തിന്റെ ആകൃതിയിൽ തുഗ്ലക്കിന്റെ സിംഹാസനം പണിത് അതിൽ മോദി ഗൈനക്കോളജിസ്റ്റിനെ ഇരുത്തണമെന്നും ഹസൻ. വർഗീയ ഫാസിസം അടുക്കളയിലെത്തി എന്ന് ഞങ്ങളന്ന് ഞങ്ങൾ വിമർശിച്ചവരാണ്. ഇതെന്താ റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആശുപത്രി, പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കൊരു താടി. വർഗീയ ഫാസിസം നടപ്പിലാക്കാനുള്ള അജണ്ട ഇപ്പോൾ അടുക്കളയിൽ നിന്ന് കിടപ്പ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കൊരു താടി. പരിഹാസങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങാൻ രാഹുലിന്റെ ജീവിതം പിന്നെയും ബാക്കി. വിവരമില്ലാത്ത സംഘികൾ കളിയാക്കി വിളിക്കുന്ന ചെല്ലപ്പേരിട്ട് കോൺഗ്രസുകാരും. പാവം പപ്പു രാഹുലിനെ രക്ഷിക്കാൻ കേരളത്തിലെ മതപുരോഹിതർ. ഇരട്ട പേര് വിളിക്കൽ ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. ഇരട്ടപ്പേരല്ല, ഈ ചീത്ത പേര് എന്നാ. രണ്ടുപേരൊക്കെ വിളിച്ചാലും വിരോധമല്ല. നബിക്ക് പേര് എത്ര പേരുണ്ടായിനി? അഹമ്മദ്, മുഹമ്മദ് ഒക്കെ നബിക്കുള്ള പേരാണ്. അബൂ ഖാസിം ഇതിനൊക്കെ പേരുണ്ട്. എന്നാൽ നബിയും സഹാബികളും അബൂ ഹുറൈറ എന്നാണല്ലോ വിളിക്കുന്നത്. അതായത് പലാ തെൽമിസു ബിൽ അൽഖാബ് എന്നാണ്. ഈ ഇടുന്ന പേര് പട്ടപ്പേരുണ്ടല്ലോ വിളിക്കരുത് എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പേര് പോലും ശരിയായി എഴുതാനറിയാത്ത സംഘികൾ മാർക്സിസ്റ്റ് അക്രമത്തിനെതിരെ യോഗം വിളിച്ച് ശംഖനാദം മുഴക്കി. അക്ഷരാഭ്യാസമുള്ളവർ പാർട്ടിയിൽ കുറവാണെന്ന് തെളിയിച്ച് വീണ്ടും BJP. ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ. ഇന്നത്തെ ഡെമോക്രസി ഇങ്ങനെ പൂർണ്ണമാവുന്നു. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം. നമസ്കാരം.